എനിക്ക് ഉമ്മയെ കാണണം നിലവിളിക്കുകയാണ് അഫാൻ ജയിലിൽ കിടന്ന്. അതായത് 5 പേരെ അതിദാരുണമായി ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഫാന് വീട്ടിൽ പോകണം, ഉമ്മയെ കാണണം. ഉമ്മ പറയുന്നതും ഇത് തന്നെയാണ്, എനിക്ക് അഫാനെ കാണണം. എന്തിനാണ് 2 പേരും ഇങ്ങനെ കാണണം എന്ന് പറയുന്നത്? തെറ്റ് ചെയ്തു പോയി, എനിക്ക് മാപ്പ് തരണം, എനിക്ക് ജയിലിൽ കിടക്കണ്ട. അഫാന് മാനസികമായി ഒരു പ്രശ്നവും ഇല്ല എന്നാണ് വൈദ്യപരിശോധനയിൽ നിന്ന് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്തിനു വേണ്ടിയാണ് അഫാൻ ഇതൊക്കെ ചെയ്തത്? ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു, മാനസാന്തരം വന്നു. അഫാൻ കരുതിയോ പശ്ചാത്തപിച്ചാലും മാനസാന്തരപ്പെട്ടാലും ജയിലിൽ നിന്ന് പുറത്തു പോകാമെന്ന്? ഇവിടെ കോടതിയും നിയമവ്യവസ്ഥകളുമുണ്ട്. ആ നിയമത്തിന്റെ മുന്നിൽ അഫാൻ കൊടും ക്രിമിനലാണ്. ആ ക്രിമിനൽ ഇനി പുറത്തിറങ്ങാതിരിക്കാൻ, കാരണം അഫാൻ 3 പേരെ കൂടി ചുറ്റുക കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന് അഫാൻ തന്നെ പറയുകയുണ്ടായി. ആദ്യത്തെ ഒരു തിടുക്കത്തിൽ അല്ലെങ്കിൽ അമ്മയും അനിയനും കിടന്ന് തെണ്ടുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ട് ഇത് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതിയിൽ ചെയ്തതാണെങ്കിൽ പോലും അഫാൻ ചെയ്ത കൊലപാതകങ്ങൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കുറ്റത്തിൽ നിന്നൊന്നും അഫാന് പുറത്തു കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അഫാന്റെ ബന്ധങ്ങൾ, അഫാൻ ഏതൊക്കെ ആളുകളെ കാണുന്നു, ആരൊക്കെയായി ബന്ധങ്ങൾ വച്ചു, എന്തിനാണ് യൂട്യൂബിൽ ആത്മഹത്യ ചെയ്യുന്ന വീഡിയോകൾ അമ്മയും മകനും നിരന്തരം കണ്ടുകൊണ്ടിരുന്നത്, കൊല്ലുന്ന വീഡിയോകൾ അമ്മയും മകനും നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യം. ഈ കൊല്ലുന്ന തലേ ദിവസം അഫാനും അമ്മയും കൂടി കടം ചോദിക്കാനായി പോയ വീട്ടിൽ നിന്നും കടമൊന്നും കിട്ടിയില്ല. അതിന് ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി, അതിൽ 100 രൂപയ്ക്ക് വണ്ടിയിൽ പെട്രോൾ അടിച്ച് 100 രൂപയ്ക്ക് അമ്മയും മകനും കൂടി വെഞ്ഞാറമുട്ടിലെ ഒരു ഹോട്ടലിൽ കയറി ദോശ കഴിച്ചു. അതിനുശേഷം ബന്ധുവീടുകളിലൊക്കെ പോയി ഇരുന്നിട്ടും അവരാരും പണം കൊടുത്തില്ല. അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അമ്മയുടെയും മകന്റെയും ആർഭാട ജീവിതമാണ് ഈ നിലയിലേക്ക് ആ കുടുംബത്തെ എത്തിച്ചത്. അബ്ദുൽ റഹീം എന്ന് പറയുന്ന പിതാവ്, ആ പിതാവിന്റെ പേര് പറയുമ്പോൾ തന്നെ നെഞ്ചെനിക്ക് ഓരോ നിമിഷവും പൊട്ടുകയാണ്. കാരണം നമുക്കൊക്കെ നമ്മുടെ അച്ഛനെ ഓർമ്മ വരും. ആ സമയത്ത് പ്രവാസ ലോകത്ത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഒരു എക്സ് മിലിറ്ററി ആണ്, അല്ലെങ്കിൽ ആർമിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ, കാരണം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തിരിച്ച് ജീവനോടെ വരുമോ എന്ന് പോലും അറിയാതെ ഒരു സാഹചര്യത്തിലാണ് മക്കളെയും ഭാര്യയും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം പോകുന്നത്. തിരിച്ച് വരവിനായി അദ്ദേഹവും ഞങ്ങളും ഒക്കെ കാത്തിരിക്കും. അപ്പോൾ എന്തിനാണ് കുടുംബത്തിലേക്ക് വന്ന് കുടുംബത്തിലുള്ളവരുമായി സന്തോഷമായി കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ. ഇവിടെയും റഹീം അങ്ങനെയാണ്. 2 ആൺമക്കളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കടങ്ങളൊക്കെ അവരും വലുതായി കഴിഞ്ഞാൽ, അഫാൻ 23 വയസ്സായി, ജോലി ചെയ്ത് തൻ്റെ കടങ്ങൾ മകൻ കൂടി സഹായിച്ച് തീർക്കാൻ കഴിയും. 7 വർഷമായി ആ ബാപ്പ ഒന്ന് നാട്ടിലേക്ക് വന്നിട്ട്. ഈ 7 വർഷം കൊണ്ട് അദ്ദേഹം സൗദിയിൽ, അദ്ദേഹം പ്രവാസ ജീവിതത്തിലാണ്. സമയത്തിന് ആഹാരം കഴിക്കാൻ പണമുണ്ടോ, അദ്ദേഹത്തിൻ്റെ ചിലവുകൾക്ക് പണമുണ്ടോ, അദ്ദേഹം സുഖമായി ഇരിക്കുന്നു, ഇതൊന്നുമല്ല ഷെമിക്കും അഫാനും ചിന്ത. ഇവിടെ ആർഭാട ജീവിതത്തിലായിരുന്നു. മകന് ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ 1 ലക്ഷം രൂപയുടെ ബൈക്ക്, 8ാം ക്ലാസ്സിൽ വെച്ച് മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിന്നീട് അഫാൻ എന്ത് ചോദിച്ചാലും അത് നൽകുന്ന തരത്തിലേക്ക് ഷെമി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അഫാന്റെ ഒരു അടിമയായി ഷെമി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവരെയും കൊന്നോ എന്ന്, എല്ലാവരുടെയും മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് അഫാൻ ആ വീടുകളിൽ നിന്ന് പുറത്തു വന്നത്. ഇവിടെ ഷെമിയുടെ മരണം മാത്രം അഫാൻ ഉറപ്പാക്കാത്തത് എന്താണ്? ഈ 35 ലക്ഷം രൂപ മറ്റേതെങ്കിലും ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇവർ ഉപയോഗിച്ചോ? ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തിരുന്ന 2 ലക്ഷം രൂപ എന്തുകൊണ്ടാണ് അടയ്ക്കാത്തത്? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ്. നമ്മൾ വീണ്ടും ഈ വാർത്ത ആവർത്തിച്ച് പറയുന്നത്, ഇപ്പോൾ കേരളത്തിലെ അച്ഛനമ്മമാർക്കൊക്കെ ചുറ്റിക കാണുമ്പോൾ ഭയമാണ്. കാരണം മക്കൾക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോഴോ പിന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നിൽ വന്ന് ചുറ്റിക കൊണ്ട് അടിക്കുമോ എന്നുള്ള ഭയമാണ്. ആ ഭയം അത് ഈ 23കാരന് എങ്ങനെയാണ് ചുറ്റിക തന്നെ ഉപയോഗിച്ച് ഇവരെയൊക്കെ ഇങ്ങനെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തണം എന്ന് തോന്നിയതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? നമുക്കറിയാം, രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലൊക്കെയാണ് ഈ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തുന്ന രീതി. ഒരു നിരോധിത സംഘടന ഉപയോഗിക്കുന്ന കൊലപാതക രീതിയാണ് ഈ ചുറ്റിക ഉപയോഗിച്ചും
വാൾ ഉപയോഗിച്ചുമൊക്കെ രക്തം കണ്ട് അറപ്പുമാറുന്ന രീതി. അപ്പോൾ ഈ ചുറ്റിക കൊണ്ട് ആളെ കൊല്ലുക എന്നുള്ള രീതി അത് അഫാൻ എവിടെ നിന്നാണ് പഠിച്ചത്? അത് മാത്രമല്ല, ഈ വെഞ്ഞാറമൂട് ചുറ്റിക വാങ്ങിയ കടയിലെ കട ഉടമ തന്നെ പറയുന്നുണ്ട്, ഈ അഫാൻ വാങ്ങിയ ചുറ്റിക വലുതായി സെല്ല് ചെയ്ത് പോകാത്ത ഒരു ചുറ്റികയാണ്, അങ്ങനെ അധികം ആരും വാങ്ങാത്ത ചുറ്റികയാണ്. ആ ചുറ്റിക തന്നെ എങ്ങനെയാണ് അഫാൻ വാങ്ങിയത്? അഫാൻ എങ്ങനെയാണ് ആ ചുറ്റിക തന്നെ വാങ്ങണം എന്ന് തോന്നിയത്? അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മുമ്മയെ കൊല്ലണമെന്ന് 95 വയസ്സായ ഒരു സ്ത്രീയാണ്. അവരുടെ മാല ചോദിച്ചിട്ട് കൊടുത്തില്ല, അനിയന്റെ ഫീസ് അടയ്ക്കാൻ മാല ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ള നിസ്സാര കാരണം പറഞ്ഞാണ് അവരെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച അഫാൻ എന്തുകൊണ്ട് ഇവരെയൊക്കെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം. റഹീം പറയുന്നു, തൻ്റെ അറിവിൽ 15 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനും 4 ലക്ഷം രൂപ ബന്ധു വീട്ടിൽ നിന്ന് വാങ്ങിയ കടം, അതിൽ 15 ലക്ഷം രൂപയിൽ ഇനി 4 ലക്ഷത്തിലധികം രൂപ മാത്രമേ ബാങ്കിൽ അടയ്ക്കാനുള്ളൂ. അടയ്ക്കാൻ കൊടുത്ത പൈസ അവർ കൃത്യമായി അടച്ചില്ല, അത് കൂടിക്കൂടി പലിശ കയറിയതാണ്, അത് അടച്ചില്ല. അതിനുവേണ്ടി താൻ 2 ലക്ഷം രൂപ അയച്ചിരുന്നു, 4 ലക്ഷം രൂപ അയച്ചിരുന്നു, അതിൽ 2 ലക്ഷം മാത്രമാണ് നൽകിയത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ദുരൂഹതകൾ? ഏതെങ്കിലും നിരോധിത സംഘടനകളുമായി അഫാന് ബന്ധമുണ്ടോ? ആ ചോദ്യമാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. നിരോധിത സംഘടനകളിൽ ആളുകളെ ചേർക്കാനായി ഏത് തരത്തിലും ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതി അഫാനിലും ആരെങ്കിലും ഉപയോഗിച്ചോ? വെഞ്ഞാറമൂട് വിവിധ സ്ഥലങ്ങളിൽ 1 മാസം മുൻപ് നായ്ക്കളുടെ തല മാത്രം തല്ലി ചതച്ച് മരണമുറപ്പാക്കുന്ന ഒരു രീതി പലരും കണ്ടിരുന്നു, നാട്ടുകാരൊക്കെ അത് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പള്ളിയിലെ അഫാൻ പോകുന്ന പള്ളിയിലെ മഹൽ കമ്മിറ്റി എന്തുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറയാത്തത്? അപ്പോൾ എന്തൊക്കെയോ നിഗൂഢതകൾ ഈ കേസിലുണ്ട്, നമ്മൾ ആരും അറിയാത്ത നിഗൂഢതകളുണ്ട്. എല്ലാം കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അഫാന് ജയിലിൽ നിന്ന് പുറത്തു വരാം എന്നാകും അഫാൻ കരുതിയത്. പക്ഷേ ആ ഖബറിടത്തിലിരുന്ന് കരയുന്ന പിതാവിൻ്റെ മാനസികാവസ്ഥ, ഇനി ജോലിയില്ല, വരുമാന മാർഗമില്ല, ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരു മകൻ മരിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത മകൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ മകൻ കൊലപ്പെടുത്തി, തന്നെ പ്രസവിച്ച അമ്മയെ കൊലപ്പെടുത്തി, തനിക്ക് എന്ത് കാര്യവും ചെന്ന് തുറന്നു പറയാനും തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും ചെയ്യുന്ന സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി. അപ്പോൾ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയ മകനെ തനിക്കിനി ഒരിക്കലും കാണണ്ട എന്ന് ആ ബാപ്പ പറയുമ്പോൾ ആ ബാപ്പയുടെ ഉള്ളിലെ തേങ്ങൽ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എത്ര വിഷമത്തോടെ പറഞ്ഞാലും സ്വന്തം മകനാണ് അദ്ദേഹം, അവൻ പുറത്തു വരണം, അവൻ്റെ ജീവിതം ഇനി എങ്ങനെയാണ്, ഒക്കെ ഈ ബാപ്പയ്ക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഷെമി 17 ദിവസത്തിന് ശേഷമാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഈ അസുഖമൊക്കെ മാറി തിരിച്ച് വരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇനിയും 1 വർഷത്തോളം ചികിത്സ അനിവാര്യമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താകും ഇനി റഹീമിൻ്റെ ജീവിതം എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം.